മഹാരാഷ്ട്രയിലെ ബാരാമതിയിലുള്ള 73-കാരിയായ ലത ഭഗവാൻകരെ. നാളുകൾക്ക് മുൻപാണ് ഈ സംഭവം. ഭർത്താവിൻ്റെ ഹൃദയത്തിന് തകരാറാണ്. ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിൽ ഭർത്താവിനെ എങ്ങനെ ചികിത്സിക്കും? മകന് സ്ഥിരമായ ഒരു വരുമാനമില്ല. ഭർത്താവിന് MRI സ്കാൻ വേണമെന്ന് ഡോക്ടർ പലവട്ടം പറഞ്ഞിട്ടും നിസ്സഹായയായി നിൽക്കുകയാണ് ലത. കൂലിപ്പണിക്കാരിയായി ലതയ്ക്ക് ആശ്രയിക്കാൻ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിൻ്റെ ഏക ആശ്രയം ആശുപത്രി കിടക്കയിലായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആകുലതപ്പെട്ട ലതയോട് അയൽക്കാരിയാണ് പറഞ്ഞത്, ബാരാമതിയിൽ ഒരു മാരത്തൺ നടക്കുന്നുണ്ട്, ജയിച്ചാൽ 5000 രൂപ കിട്ടും, ആ കാശ് കിട്ടിയാൽ നമുക്ക് സ്കാനിങ് നടത്താമല്ലോ എന്ന്. അങ്ങനെ 2014 ആദ്യ മാരത്തൺ. മുഷിഞ്ഞ ഒരു സാരിയും ഉടുത്ത് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മുഖവുമായി ചെന്ന മെലിഞ്ഞ മധ്യവയസ്കയെ കണ്ടപ്പോൾ സംഘാടകർക്ക് ചെറിയൊരു സംശയം തോന്നി. പക്ഷേ നിർബന്ധത്തിനൊടുവിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവർ അനുവാദം നൽകി. 3 കിലോമീറ്റർ ആയിരുന്നു ദൂരം. കൊടും ചൂടാണ്, ഓട്ട മത്സരമാണ്, റണ്ണിങ് ഷൂ പോലും ഇല്ല, റണ്ണിങ് ഷോർട്സോ അല്ലെങ്കിൽ ട്രാക്ക് പാൻറ്റോ ഒന്നുമില്ല, വിയർപ്പ് വലിച്ചെടുക്കുന്ന വസ്ത്രങ്ങളുമില്ല. അങ്ങനെ നഗ്നപാതിയായി ലത ഓടി. വാരിപ്പുതച്ച കോട്ടാണ് സാരി മുട്ടൊപ്പം പൊക്കി ഉടുത്തു. ചുട്ടുപഴുത്ത മണ്ടിൽ ചെരുപ്പ് പോലുമില്ലാതെ ലത അങ്ങനെ ഓടി. മനസ്സിലാകെ ഉണ്ടായിരുന്നത് ആ സമയത്തും രോഗശയ്യയിലായ ഭർത്താവിൻ്റെ രൂപം മാത്രമാണ്. ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഈ പണം അത്യാവശ്യമാണെന്ന ചിന്തയിൽ കാലുകൾ ആ വേദനകളൊക്കെ മറന്നു. ശരീരം ക്ഷീണം പരിഗണിച്ചതേയില്ല. ഒടുവിൽ ഒന്നാമതായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയ ലത സമ്മാനത്തുക 5000 രൂപയും ഏറ്റുവാങ്ങി. 2015 വീണ്ടും ഭർത്താവിൻ്റെ തുടർ ചികിത്സയ്ക്കായി മാരത്തണിൽ മത്സരിച്ചു. ആ അമ്മുമ്മ ഓട്ടം നിർത്തിയില്ല. ഓടി 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 സ്പോർട്സ് വുമൻ ഓഫ് ദ ഇയർ അവാർഡിന്റെ ഭാഗമായി. ഇവരുടെ കഥ BBC ലോകത്തെ അറിയിച്ചു. സിനിമയിൽ ലത തന്നെയാണ് നായികാവേഷം ചെയ്തത്. മറ്റുള്ളവർ ഓടിയത് ഫിറ്റ്നസിനും വ്യായാമത്തിനും വേണ്ടിയായിരുന്നുവെങ്കിൽ ലത ഓടിയത് ലതയുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അതാണ് ലതയുടെ ലക്ഷ്യത്തിൻ്റെ തീവ്രത. അതായത് ഏതു കാര്യം ചെയ്യുമ്പോഴും അത് തീവ്രമായ ആഗ്രഹമായി മാറണമെങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തയും അത്രത്തോളം ഉറച്ചതാകണം. എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവൻ്റെ ലക്ഷ്യപ്രാപ്തി അത്രത്തോളം ശക്തമായിരിക്കും. ലത എന്ന വയോധികയുടെ ഈ ഓട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ കൂടി അതിനൊപ്പം നമ്മൾ പറയേണ്ടതുണ്ട്. ദൃഢനിശ്ചയമുള്ളവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയുമെന്ന്. ശരിയല്ലേ? നിശ്ചയദാർഢ്യം മനസ്സിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകളോ അപ്രതീക്ഷിത പരാജയങ്ങളോ എതിർപ്പുകളോ കുറവുകളോ ഒന്നും തന്നെ നമുക്ക് ഒരു തടസ്സവും ആവില്ല. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യും? നാം മുന്നേറും. ലത ഭഗവാൻകരെ ഒരു പ്രതീകമാണ്. പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണ്. ഇനിയും ആ ജീവിതം നമ്മൾ ഓരോരുത്തരെയും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും.